ഹലോ, ഹായ്. അപ്പം 2 ദിവസം ചെറിയൊരു മിസ്സിങ് ഉണ്ടായിരുന്നില്ലേ? എനിക്ക് 2 ദിവസം നിങ്ങളെ എല്ലാവരെയും ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടോ. ഇത്തിരി സാനിറ്റൈസർ ഇട്ടോ. അപ്പൊ 2 ദിവസം എനിക്ക് മിസ്സിങ് ഉണ്ടായത്, നിങ്ങൾക്കും ഭയങ്കരമായിട്ട് മിസ്സിങ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, കമന്റുകളായിക്കോട്ടെ, എല്ലാം നിറഞ്ഞു കിടക്കുകയായിരുന്നു. അത് വേറൊരു കാര്യമുണ്ട്, ഞാൻ വെറും കൈയോടെ വന്നതല്ല. വെറും കൈയോടെ വന്നു കഴിഞ്ഞാൽ ഒരാൾ ഇന്നലെ എൻ്റെ ഡ്രസ്സ് കത്തിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ചിലപ്പോൾ എന്നെ പച്ചക്ക് കത്തിക്കുന്ന ഉറപ്പുള്ളതിനെ കൊണ്ട് കുറേ സമ്മാനങ്ങൾ, ഈ വണ്ടി നിറയെ സമ്മാനങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ 2 ദിവസം ഗ്യാപ്പ് എടുത്ത് എന്താന്ന് പറഞ്ഞാൽ, ഞാൻ ഗ്യാപ്പ് എടുത്തിട്ടും ഇവർ രണ്ടാളും കൂടി ചെയ്തതെന്ന് പറഞ്ഞാൽ ചെറിയൊരു ടെസ്റ്റിംഗ് ആയിരുന്നു. നമ്മുടെ ആൾക്കാർക്ക്, നമ്മുടെ ഓഡിയൻസിനൊക്കെ ചെറുതായിട്ട് ഞാൻ മാറി നിൽക്കുമ്പോഴും എന്തെങ്കിലും ഒരു മിസ്സിങ് തോന്നുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഒരു ചെറിയൊരു ടെസ്റ്റ് അടിച്ചു നോക്കിയതാണ്. സോ എല്ലാവർക്കും നിന്നെ അക്സെപ്റ്റ് ചെയ്ത് പൊയ്ക്ക് ഇറങ്ങിപ്പോടാ. വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. ഞാൻ വന്നു. അപ്പം സൈബയുടെ റൂമിലുണ്ട് അല്ലേ? ഓക്കെ. ഞാനിപ്പോൾ എന്തായാലും ഇപ്പം ഈ കോലത്തിൽ സൈബിന്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പം ഞാൻ എന്തായാലും കുളിച്ചിട്ട് ഞാൻ ഇപ്പം തന്നെ ഫ്രഷ് ആയിട്ട് വരാം. എന്നിട്ട് നമുക്ക് ഓളെ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കല്ലേ? എന്താ ഞാൻ വന്ന് കേട്ടിട്ട് ഓള് വരാത്ത പുറത്തേക്ക്? ഫോണിൽ കളി തുടങ്ങിക്കഴിഞ്ഞാൽ വേറെ ഒരു ശ്രദ്ധ ഉണ്ടാവില്ല. സോ ഞാൻ പോയിട്ട് പെട്ടെന്ന് വിളിച്ചു വരാം. ഓക്കെ. അപ്പം എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. അതായത് My 11 Circle എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. സൗരവ് ഗാംഗുലി, ഷെയ്ൻ വാട്സൺ, അതേപോലെ തന്നെ റാഷിദ് ഖാൻ ഒക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ ഇവരോട് നമുക്ക് കളിക്കാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് കളിക്കാൻ പറ്റും. അതായത് 2 ടീമിലെ ആൾക്കാരെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് പ്ലേ 11 ക്രിയേറ്റ് ചെയ്തിട്ട് എന്താ പറയാ, ഫാന്റസി ക്രിക്കറ്റ് ഈസി ആയിട്ട് തന്നെ നമുക്ക് കളിക്കാം. അതേപോലെ തന്നെ ഇത് കളിക്കൽ എങ്ങനെയാണെന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സിമ്പിൾ ആയിട്ട് പഠിക്കാനും പറ്റും. അപ്പൊ ഇതിലിപ്പം കരീബിയൻ T20 ലീഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ 1 crore വരെ വിൻ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വലിയ എമൗണ്ട്സ് വിൻ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ കാണുന്നത്. ഈ ഫാന്റസി ക്രിക്കറ്റ് കളിച്ചിട്ട് ഉണ്ടാക്കുന്ന ഈ പൈസകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഭയങ്കര സെക്യൂർഡ് ആണ് ഇത്. ട്രാൻസാക്ഷൻ കാര്യങ്ങൾ, ബാങ്ക് ട്രാൻസാക്ഷൻ ഒക്കെ ഭയങ്കര സെക്യൂർ തന്നെയാണ്. അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫസ്റ്റ് ഡെപ്പോസിറ്റിൽ തന്നെ നിങ്ങൾക്ക് 1500 രൂപ ബോണസ് ആയിട്ട് തരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പൊ തന്നെ നിങ്ങളെല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ എന്തായാലും ഞാൻ പോയിട്ട് കുളിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്കി കാര്യങ്ങൾ കേട്ടോ. അങ്ങനെ നമ്മുടെ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ ഫ്രഷ് ആയി വന്നിരിക്കുകയാണ്. ഇനി നമ്മളെ കഥാനായകനെ വിളിക്കണം അല്ലേ റാഷിയ? അതെ. എല്ലാരും വേറൊരു കാര്യം കൂടെ കേട്ടോ, എല്ലാരും പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ലേ റാഷി മിസ്സിംഗ് അല്ലേ? അതാണ് ഭയങ്കരമായിട്ട് മിസ് ചെയ്തതെന്ന് പറഞ്ഞത്. നീ ലേ സൈബ എന്ന് പറഞ്ഞിരുന്നാ? ലേ സൈബ എന്ന് പറഞ്ഞിരുന്നാ? പറഞ്ഞില്ല? ഒന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അതൊന്ന് ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന. ഓക്കെ. എനിവേ നമ്മുടെ ഫ്രണ്ട് ആദിൽ ഉണ്ടായിരുന്നു കൂടെ. ആദിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാങ്ക് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ, സ്ക്രബ് പ്രാങ്ക് അല്ലേ? അവൻ അതിൽ അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ കുളിക്കുമ്പോൾ അവനക്ക് പോവേണ്ടി വന്ന് അർജന്റായിട്ട് അവൻ പോയി. അപ്പൊ നമ്മുടെ വണ്ടിന്റെ ബാക്കിലാണ് ഇപ്പൊ അവളെ ഗിഫ്റ്റുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് അവളെ വിളിച്ചു കഴിഞ്ഞിട്ട് അല്ലേ കാണിച്ചു കൊടുത്തിട്ട് എന്തായിരിക്കും ആദ്യം പറയാൻ പോണ, ഇനി വല്ലതും കിട്ടോ, ഇനി എന്തായിരിക്കും ഇത് കാണിച്ചു കൊടുത്തിട്ടുള്ള. എനിവേസ് എന്താണെന്നുണ്ടെങ്കിൽ നമുക്കത് നോക്കാം. നല്ല പൊരിച്ച മീൻ്റെ മണം റാഷിയെ. പെട്ടെന്ന് വീഡിയോ കംപ്ലീറ്റ് ചെയ്തിട്ട് നല്ല ചോറ് തിന്നണം. ഓക്കെ. സൈബ മോളെ എവിടെയായിരുന്നു ഈ? ഞാൻ വന്നിട്ട് കുറെ നേരമല്ലോ. അന്നെ വിട്ടു എവിടേക്കും പോയില്ലല്ലോ. പോയി വന്നില്ലേ? നോക്ക്, പോയി വന്ന് അന്റെ കൽസമാനം ഇച്ച. അതിന്റെ കാര്യം ഇച്ച ഒരു കാര്യം പറഞ്ഞുതരാം. ഇച്ച ദുബായിലല്ലേ പോയത്? ദുബായിൽ പോയിട്ട് അവിടെ എന്ത് കോഴിക്കോട് ദുബായ് അല്ല എടാ റാഷിയ, കോഴിക്കോട് ദുബായ് ആണ്. 2 ദിവസം കഴിഞ്ഞിട്ടാ വരാ. കോഴിക്കോട് ദുബായ് ഇവിടെ 1/2 മണിക്കൂർ പോയ പോലെ. അപ്പൊ ഞാൻ പോയി വന്നിട്ട് എനിക്ക് കുറെ കളിസാമാനം വാങ്ങിച്ച. അപ്പൊ കോഴിക്കോട് എയർപോർട്ടില്ലേ? ഈ എയർപോർട്ടിലൊക്കെ എത്ര പോലീസുകാര്. അപ്പൊ എനിക്കുള്ള സാധനം ഇങ്ങനെ കൊണ്ടുവന്നപ്പോ പെട്ടിയിലാക്കിട്ട് വെച്ച കൊണ്ടുവന്നിരുന്നേ. ഒരു കാര്യം പറഞ്ഞു വെച്ചാ അത് പോലീസുകാർ കളിസാമാനൊക്കെ. കൊല്ലല്ലേ പറയുന്നില്ലേ? പറഞ്ഞ ഗിഫ്റ്റിന്റെ അത് കളി ഞാൻ പറഞ്ഞിട്ടേ. ശരിക്കും ദുബായിലെ ഗിഫ്റ്റിനെക്കാട്ടില്ലേ
ഇവിടെ ഫാറൂഖിന്ന് ഗിഫ്റ്റ് വാങ്ങണല്ലോ ഇല്ല ഇനി കൊണ്ടുവന്നിട്ട് വാ കാണിച്ചു തരാം. ഒരു കാര്യം പറഞ്ഞു വാ വാ വണ്ടിന്റെ വന്ന് കാണിച്ചു തരാം. അതല്ല സൈബ കണ്ണുപൂട്ട് കൊണ്ടിട്ടില്ലല്ലോ. എന്താക്കണ്ടെന്ന് ആ ഇവിടെ സർപ്രൈസ് ആക്കണ്ടെന്നാ പറഞ്ഞത്. റാഷിയെ ഐഡിയകളൊക്കെ മാറ്റി നമ്മൾ പ്രയോഗിക്കേണ്ട ടൈം ആയിരിക്കുന്നു. അതെ അതിക്രമിച്ചിരിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്കത് സൈബ കണ്ണുകൂട്ട്. എന്തായാലും പൂട്ടിയാ കിട്ടോ റെഡിയല്ലേ? പൂട്ടിക്ക് കൈ കൊണ്ട് പൂട്ട്. ആ സെന്ററിൽ നിന്നോ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇതെന്താണ്? ഇതിന്റെ പേരെന്താ? ഇത് തീ തുപ്പുന്ന മറ്റെന്തേത് ഭാഷ? ഡ്രാഗൺ. ആ ഡ്രാഗൺ കുഞ്ഞാണ് തീ തുപ്പുന്ന. ഇതിന് റാഷിദ് ഇവൾക്ക് എങ്ങനെ അറിയാം? ഇതെനിക്ക് എങ്ങനെ ഡൈനോസർ? അതെന്താ കാരണം? അതെങ്ങനെ എനിക്ക് മനസ്സിലായി? ഇതിന് എനിക്ക് എങ്ങനെ അറിയാം? ഇത് ഡ്രാഗൺ കുഞ്ഞാണ്. കുഞ്ഞാണ് എന്നാലും ഇത് നമുക്ക് ആറാമാണ്. അതെങ്ങനെ? അതെന്താണ്? സമയത്തിനനുസരിച്ച് അതല്ല എന്താ റാമെന്ന് ഈ പറഞ്ഞത്? ഏതാ റാമ്? ഐഡിയോടെ ഇതൊക്കെ പൊളിക്കാണ്. ഇതൊക്കെ നമുക്ക് അൺബോക്സിംഗ് ചെയ്യാനുള്ളത്. ആദ്യം ഇത് ഫുള്ള് കാണിച്ചു കൊടുക്കേണ്ട ആൾക്കാർക്ക്. ആ അപ്പൊ ഇത് അവിടെ കൊണ്ടുവച്ചിക്ക് വാ ഇനി വാ. ആ അപ്പൊ ഞാൻ അടുത്ത ഏതാ എടുക്കാൻ പോണ്? എന്തിനാ ഈ പേടിച്ചെന്തിനാ? ഇല്ലല്ല അതൊന്നും ചെയ്യില്ല. ഇവരുടെ പേരെന്താ അറിയോ? ഇവരെന്താ? ബിനോദ്. നമ്മള് കമന്റ്സിലൊക്കെ കാണുന്ന ബിനോദാണിത്. ആദ്യം പറയേണ്ടത് എന്നാല് ഞാൻ അത് കണ്ടില്ലല്ലോ. ഇത് കാണിച്ചിട്ട് ആദ്യം വന്ന പാട് ആണോ? എന്നാ സൈബ അടുത്തത് നോക്ക്. ഞാനിപ്പോ ഇത് കണ്ട ഇവന്റെ അതേമാതിരി തന്നെ ഇപ്പൊ പേടില്ല എനിക്ക്. ഇപ്പൊ റെഡി ആയില്ലേ? ആ ഇനി ഇവരെ എടുത്ത് വെച്ചേക്കാം. എന്താണ് സൈബ? എന്താണ്? എന്താ സാധനം? എന്താണ്? താവാവേ നോക്കട്ടെ. ഇതിങ്ങനെ എങ്ങനെ സൈബ? ആ കണ്ടിരിക്കും. ടപ്പേ 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 ടപ്പേ. ബാക്കി പറയാൻ പറ്റില്ല കാരണം സെൻസർ ചെയ്യണം. ഇത് നമ്മളത് ഒരു ഫാമിലി ചാനലാണ്. പൊളി സാധനം. ബാക്കി ആ അവിടെ കൊണ്ടുപോയേക്കാം. അത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയാ കേട്ടോ. എനിക്ക് കണ്ടിട്ട് അത് പൊളിക്കാതിരിക്കാൻ തോന്നിയില്ല. കാരണം എന്ത് സാധനം കണ്ടാലും പൊളിക്കുന്ന ഒരു ശീലമാണല്ലോ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഒന്ന് പൊളിച്ചതാണ്. ചെറുതായിട്ട് തോക്ക് കണ്ടാ എപ്പോഴും നമുക്കത് തോക്കൊരു വികാരാണ്. മനസ്സിലായില്ലേ? സൈബ എന്തിനാ അറിയോ തോക്ക്? എന്തിനാ അറിയോ? സൂപ്പർ സൈബ അതെ റാഷിദിന്റെ അൺബോക്സിംഗ് നമുക്ക് സൂപ്പർ സൈബിലാക്കിയാലോ? ഓക്കെ സെറ്റ്. ഇത് മറ്റേ പസിലാണ്. പസിൽ എന്താണ്? ഇതെന്താണ്? ആ അത് അങ്ങനത്തെ ഒരു സാധനമാണ്. എന്താണ് കളിക്കണ തന്നെ? ഒട്ടിച്ച് ഇതാക്കിയിട്ടൊക്കെ കളിക്കുന്ന സാധനമാണിത്. യോജിപ്പിച്ചില്ലേ? ഇഷ്ടായോ? ഓക്കെ ഇത് അടുത്തൊരു സമ്മാനം. സൈബത് കണ്ടിട്ട് എന്താ അറിയോ തോന്നുന്നു? ലവ്വാ? അതന്നെ റാഷിന്റെ ലവർ വന്നത്. അത് ഇല്ല ഞാൻ പറഞ്ഞു ഇത് വെറുതെ പറഞ്ഞു. ഇത് സൈബക്ക് ഡിസൈൻ ചെയ്ത് പഠിക്കാനുള്ള സാധനം കേട്ടോ. ഓക്കെ ഡീൽ. ഞാനെന്താ ഇത് ചെണ്ട എല്ലാവർക്കും കൂടി വന്ന് കേറി കൊട്ടാനുള്ളത്. ഇത് എന്താണെന്ന് അറിയോ? ഇതും നമ്മള് യോജിപ്പിക്കണേ.
ഓക്കെ ഇത് നമ്മൾ പൊട്ടിക്കുന്ന ഏ? പൊട്ടിച്ച് കളിക്കുന്ന അതെ അതെ വാവ്, വലിയ തോക്ക്. അല്ലാഹ് സൂപ്പർ സൈബിന്റെ വലിയ നോക്ക് ഔ, ഞാൻ തന്നോനെ. തോക്ക് കാണാൻ ചെല്ല സൈബ. സൈബ യെസ് സൈബിന് വലിപ്പുണ്ട് റാഷിദ് സൈബന്റെ വലിപ്പമുണ്ടല്ലോ സൈബ. അത് വലിപ്പമുള്ള നോക്ക് നിലത്ത് വെച്ച് നോക്ക്. നിലത്ത് വെക്കണ്ട നമുക്ക് ഉള്ളിലേക്ക് വെക്കാം അപ്പൊ ഇത് അടിപൊളിയല്ലേ ഇഷ്ടമായോ അതുകൊണ്ടേക്ക് ഓക്കെ അത് സൈബ ഒന്ന് പറഞ്ഞു കൊടുക്ക്. അത് സാധനം പറഞ്ഞു കൊടുക്ക്. ഇതെന്താണ് ഇത് ഫാസിൽ. ആര് ഫാസിൽ. ഫാസിലല്ല മറ്റേ ആദിലാണ് അതിൽ നിന്നാ. അതിൽ വെക്കട്ടെ. ആദി ആദ്യം പസില് പസില് അതെന്താ സൈബ? സൂപ്പർ ഇതെന്താ സൂപ്പർമാൻ. ആ സൂപ്പർമാൻ. ഇതും കാരണം കുറെ പസിലാക്കി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം കുട്ടികള് അല്ലേ കുട്ടികളൊക്കെ വീട്ടിലുള്ളതിനെ കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സ്ട്രാ കരിക്കുലേഴ്സ് അല്ലേ അതൊക്കെ കുറവായിരിക്കും അപ്പം എന്താ പറയാ നമ്മളിപ്പോ ഈ കളിക്കുന്ന സാധനങ്ങളെ കൂടെ തന്നെ ഇങ്ങനത്തെ പസിൽസ് ഒക്കെ ആക്കി കഴിഞ്ഞാൽ അവരുടെ ക്രിയേറ്റീവ് മൈൻഡുകളൊക്കെ കൂടും അപ്പൊ അങ്ങനത്തെ കുറച്ച് നല്ലതായിരിക്കും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ സൈബ അല്ലേ കളിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇവർ ഓരോന്നെ ഇങ്ങനെ ഉണ്ടാക്കിക്കോളും കാക്ക, അപ്പൊ അതിനാണ് നമുക്ക് ഫാസിൽ കൊണ്ടേക്കാം. ആ ഫസില് നമ്മൾ കൊണ്ടുവച്ച് അവിടുന്ന് വർത്തനം പറയില്ല ബാക്കിയുള്ള പറയാല്ലേ എന്നാ വാ ഫസില് കൊണ്ടുവയ്ക്കാം സൈബ അതല്ല ഇജ്ജ് ഒരു സാധനം കാണിച്ചെന്നില്ലേ അതിന്റെ പേരെന്തെന്ന് ഞാൻ മറന്നുപോയി ഇതിന്റെ ഇതിന്റെ പേര് ഡാക്കി ഉണ്ടാവും. ഡൈനോസർ. ആ ഇത് ഡൈനോസറാ. ഡൈനോസറാ അല്ലേ ഓക്കെ ഓക്കെ അപ്പം ഈ സംഭവം ഈ എവിടുന്ന് ഏത് വീഡിയോയിലാണ് കണ്ടിട്ടുള്ളത് ഞാന് ഒരു കുട്ടിയില്ലേ ആ ഒരു വീഡിയോ ഉണ്ട് പത്രം വെച്ചിട്ട് ഒളിച്ചോളിയൊക്കെ കളിക്കണേ. ആ പിന്നെ അതിലുണ്ട് ഡൈനോസർ അച്ഛനൊന്ന് വാങ്ങിച്ചെടുത്ത് ആ പിന്നെ അതിന്റെ കൂടെ തന്നെ കിടക്കുകയും ചെയ്യണത്. ഓക്കെ അതാണിത് ഓക്കെ അപ്പൊ ഇതൊക്കെ നമുക്കൊന്ന് തുറക്കണം അല്ലേ തുറന്നൊക്കെ നോക്കേണ്ട ആവശ്യമുണ്ട് അപ്പൊ ഇവിടെ വന്ന് അച്ഛനെ മടിയിലേക്ക് ഒന്ന് വന്നേ വേറൊരു കാര്യം ചോദിക്കട്ടെ ഇജി ഇന്നലെ എന്നെ കത്തിക്കുന്നൊക്കെ പറഞ്ഞല്ലോ എന്റെ സാധനങ്ങളൊക്കെ അത് കാക്ക എന്നെ എന്തേന് പോയിട്ടല്ലേ ഞാൻ വിട്ടു പോയതല്ലോ ഞാൻ ഗൾഫിലേക്ക് പോയതല്ലേ കൊറേ പൈസ ചെയ്ബക്ക് ഉണ്ടാക്കി തരാൻ വേണ്ടിട്ട് ഉണ്ടാക്കി തരാൻ വിചാരിച്ചിട്ടല്ലല്ലോ ഇതിനെ വിട്ടു പോയതല്ലേ. ഞാൻ വന്നില്ലേ എന്നാലും ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ഞാൻ വന്നില്ലേ 2 ദിവസം 3 ദിവസം കൊണ്ട് വന്നത്. ആണോ 3 ദിവസം ആയാളാശേ മൂന്നാമത്തെ ദിവസമാണ്. ആണല്ലേ ഓക്കെ ഓക്കെ എന്നാലും പെട്ടെന്ന് വന്നില്ല അച്ഛാ കളിക്കുന്ന സാധനങ്ങൾ എവിടുന്ന് കിട്ടണോ അവിടേക്ക് മാറും. അല്ല ജി ഇന്നലെ കരഞ്ഞത് ഇന്നുള്ള സ്നേഹം കൊണ്ടാണോ അല്ലെ കളിക്കുന്ന സാധനം കിട്ടാനിട്ടാണോ സ്നാൻ കൊണ്ട് റാശി ഗൾഫിൽ പോയാലോ ജാഷിയും അപ്പോൾ ജി കത്തിക്കോ ആ ഡ്രസ് കത്തിക്കും ഇപ്പച്ചി ഗൾഫിൽ പോയാലോ ഇല്ല ഇപ്പച്ചന്റെ മുട്ട അല്ലോ അല്ലോ സൈബ കരട്ടെ കരല്ലേ കരല്ലേ. അത് അവസാനം സെന്റി സീനായല്ല ഇവിടെ സെന്റിസ് ഇല്ല നമ്മൾ സെന്റി പരിപാടി അവസാനം സെന്റി സീനായി പോയി ഞാൻ വിചാരിച്ച ഒരു ഇതാ വിചാരിച്ച എല്ലാവരും കത്തിക്കണ്ടെന്നാ വിചാരിച്ചു ഓക്കെ പോട്ടെ അപ്പൊ ഇനി ഡ്രസ്സൊന്നും കത്തിക്കരുതട്ടാ അപ്പൊ കത്തിക്കൂല അപ്പൊ കുഴപ്പമില്ല പേടിപ്പിക്കുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല അപ്പൊ എന്തായാലും ഇപ്പൊ ഹാപ്പി ആയില്ലേ ഈ ശരിക്കും ഹാപ്പി ആയില്ലേ ചിരിച്ചേ മതി 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 ഓവറാക്കണ്ട അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ ഇനി ഇതൊക്കെ കുറച്ച് അൺബോക്സ് ഒക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട് അത് നിന്റെ ചാനലിലാക്കണേ ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് എന്നും നോട്ടിഫിക്കേഷൻ ആയി കിട്ടുള്ളൂ അപ്പൊ ഇത്ര ഉള്ള കാര്യങ്ങള് ഇവരെല്ലാരും എന്നെ മിസ് ചെയ്തെന്ന് പറഞ്ഞു സൈബ വീഡിയോ ഇട്ടപ്പോ മിസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം ഓക്കെ 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 അവർക്ക് എന്റെ ഇൻട്രോ കണ്ടിട്ട് അവരാകെ അന്താള് അന്തം വിട്ട് വല്ലാത്ത ജാതിയായി പോയി. അതെ 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 ഓക്കെ ഇനി മതി 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 ഇനി ഓവറാക്കണ്ട അപ്പൊ എന്തായാലും നാളെ എനിക്ക് പണി കൊടുക്കാൻ വേണ്ടി എന്റെ കൈയില്ലേ അവർക്ക് എന്റെ കൈ ഇങ്ങനെ തിളച്ചോണ്ടിരിക്കാം പ്രാങ്ക് ചലഞ്ച് ഏതാ വേണ്ട വെച്ചാൽ നിങ്ങൾ താഴെ കമന്റിൽ അറിയിക്കാം കമന്റ് നോക്കിക്കോണ്ടി അവര് പറയും റാഷിന്റെ ഇൻട്രോ മിസ് ചെയ്തു. ഞാൻ പോട്ടെ എന്നാല് ഓക്കെ അപ്പൊ എന്തായാലും നാളത്തെ എപ്പിസോഡിൽ കാണാം ഏതാ വേണ്ട വെച്ചാൽ താഴെ കമന്റ് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പൊ എന്തായാലും നാളത്തെ എപ്പിസോഡിൽ കാണാം അതുവരെയ്ക്കും ബൈ ബൈ.